യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ച് പോകരുതേ. നിന്നെ കാത്തിരിക്കുന്നവരാരും ലജ്ജിച്ചു പോകുകയില്ലല്ലോ. ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രായേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനും അനുഗ്രഹദാതാവുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നാഥ, ഈ പരിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. കർത്താവെ, ഒരുപാട് പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഭവനങ്ങളിലിരുന്നു കൊണ്ട് തന്നെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും കൃപയാൽ ഈ ഭാഗ്യം ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയത് കൊണ്ട് തിരുനാമത്തെ വാഴ്ത്തുന്നു. കൊർന്നല്യോസിൻ്റെ ഭവനം അനുഗ്രഹമായി തീർന്നതുപോലെ ഞങ്ങളുടെ ഭവനങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങൾ ആരാധനകൾ അർപ്പിക്കുകയും തിരുവചനം കേൾക്കുകയും ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ ഞങ്ങൾ ഗൗരവത്തോടും സമർപ്പണത്തോടും ഏകാഗ്രതയോടും സംബന്ധിക്കാൻ ദൈവത്തിൻ്റെ കൃപ നൽകുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ആരാധനയുടെ നന്മയും അനുഗ്രഹവും സ്വന്തമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സമസ്തവും അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 106 ഗീതം പാടാം. ഗീതം 106. നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമം 6-ാം പുറം 4-ാം ഭാഗം സ്തുതിലിത്താനികൾ അതിനായിട്ട് ഉപയോഗിക്കാം. 4-ാം ഭാഗം സ്തുതിലിത്താനികൾ പേജ് 6 ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആലപിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിൽ ആകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടത്തേക്കുള്ളവ. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. കരയിൽ തിരുക്കരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം.
നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടെ നമ്മുടെ ദൈവമാകുന്നു, നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. ഇസ്രായേലേ, നിന്റെ ദൈവമായഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടി യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്ന് അവിടുത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുവിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം. അനുതാപ പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ ഉണർത്തണമേ. അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെക്കുറിച്ചൊരു ഉണർവ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അനുതാപവാക്യങ്ങളുമായി തിരുസന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പാപക്ഷമ പ്രാപിപ്പാൻ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ കുറവുകൾ, പരിമിതികൾ, ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ചെയ്ത പ്രവർത്തികൾ, അവയെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഈ സമയം ഓർമ്മിക്കാം, ഏറ്റുപറയാം. നമ്മുടെ വ്യക്തിപരമായ കുറവുകൾ തിരുസന്നിധിയിൽ ഉണരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പൊതുവായ പിഴവുകളെ, അപരാധങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാം പുറം 2-ാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കിയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ നമ്മുടെ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് നിരന്തരം അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കർത്തൃസന്നിധിയിലായിരിക്കുന്ന നമുക്ക് നമ്മുടെ അധരങ്ങൾ തുറന്ന് നമ്മുടെ കർത്താവിന് നന്ദി പറയാമോ? യേശുവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ അതാതു കാലങ്ങളിൽ വേണ്ടുന്ന ഭൗതിക നന്മകൾ, സാമ്പത്തിക നന്മകൾ, ആത്മീക കൃപകൾ, ഇവയെല്ലാം തന്ന് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. നാഥ, അങ്ങ് നൽകുന്ന എല്ലാ നന്മകൾക്കും നന്ദി നാഥ. നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പറയാം. നാം നന്ദിയുള്ളവരായിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. 10 കുഷ്ഠരോഗികൾ കർത്തൃസന്നിധിയിൽ വന്ന് സൗഖ്യം പ്രാപിച്ചു. അതിൽ ഒരാൾ മാത്രം മടങ്ങി വന്ന് നന്ദി പറഞ്ഞു. കർത്താവ് ചോദിച്ചു, ആ 9 പേർ എവിടെ? നമ്മൾ ആ 9 പേരുടെ ഗണത്തിൽ പെടാതിരിക്കാൻ നാം അനുഭവിച്ച എല്ലാ നന്മകളെയും ഓർത്ത് പരിഭവങ്ങളൊന്നും കൂടാതെ സംതൃപ്തമായ മനസ്സോടെ യേശുവേ നന്ദി എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാം.
ദൈവം നമുക്ക് നൽകിയ സകല പൊതുവായ നന്മകളെയും ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ ആരാധനക്രമം 15-ാം പുറത്തിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായി പറയാം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവും ഉള്ളവനാകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ, മക്കൾ, ദമ്പതികൾ, സഹോദരങ്ങൾ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സഭാ ശുശ്രൂഷകർ, ബോധകന്മാർ, അധ്യാപകർ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, തൊഴിലാളികൾ, മറ്റ് സുഹൃത്തുക്കൾ എന്നിവർക്കായി, നമ്മുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി, ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി, ദിനം പ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി, ദൈവവചനമെന്ന വിശിഷ്ടദാനത്തിനായി, ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായി, ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും, നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിൽ എല്ലായ്പ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്നും സർവകാലത്ത് നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നു എന്നും വിശ്വസിക്കാൻ കൃപയേറണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരാനും പ്രശാന്തവും സംതൃപ്തമായ മനസ്സോടുകൂടെ അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് 230 ഗീതം പാടാം. ഗീതം 230.
ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗം വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. യോഹന്നാൻ അധ്യായം 21, 15 മുതൽ 19 വരെ. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഈ തിരുവചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി മാറട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം സ്വീകരിച്ചു പറയാം. ആരാധനക്രമം 22-ാം പുറം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിലൂടെ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പാ, സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ, ദയമായ കർത്താവേ, ഓൺലൈനിലൂടെ കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടെ അങ്ങ് ദാനമായി തന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. അപ്പാ, സ്തോത്രം സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വർഗത്തിലെ ദൈവമേ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്തോത്രം ചെയ്യുന്നു. ദയമായ കർത്താവെ, ഞങ്ങളുടെ രാജ്യം, പ്രത്യേകിച്ച് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ല വളരെ ഒരു പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വ്യാധിയിൽ നിന്ന് കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ട എല്ലാവരെയും അങ്ങ് കാത്തു പരിപാലിക്കുമാറാണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയമായ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങൾ ഭവനത്തിലായിരിക്കുമ്പോൾ, ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെയും ഞങ്ങളുടെ യാത്രകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു രോഗാണുക്കളും ഞങ്ങളുടെ ആരുടെയും ശരീരത്തിൽ വ്യാപിക്കാതെ വണ്ണം യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ അങ്ങ് മുദ്രയിടുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദയമായ കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രാജ്യത്തെ ദൈവമേ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സാന്നിധ്യവും അങ്ങയുടെ മക്കൾക്ക് അങ്ങ് ദാനമായി കൊടുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവികമായ പരിജ്ഞാനത്താൽ അങ്ങയുടെ മക്കളെ അങ്ങ് നിറയ്ക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും വിടുവിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ദയമായ കർത്താവെ, എല്ലാ ഡോക്ടേഴ്സ്, നേഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകർ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ദൈവമായ കർത്താവെ അവർ ചെയ്യും അവരുടെ ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു രോഗാണുക്കളും അവരുടെ ശരീരത്തിൽ പ്രവേശിക്കാതെ വണ്ണം അവരെയും അവിടുത്തെ രക്തം കൊണ്ട് മുദ്രയിടുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയെ തിരുകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ദൈവമേ യേശു അപ്പാ, ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും രോഗം അതികഠിനമായി വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ട കുടുംബങ്ങളെയും ഇത്രയും അത്ഭുതകരമായി അതിശയകരമായി കാത്തു പരിപാലിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിന് അടുക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും എന്ന് ഞങ്ങളോട് ദൈവമേ അങ്ങ് അരുളിയല്ലോ കർത്താവെ. ആ ദൈവത്തിൻ്റെ ആ വാഗ്ദത്ത വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകുവാൻ ദൈവമേ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം. ദൈവമായ കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയിലെ അച്ഛനായി ദൈവകരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ദൈവമേ അങ്ങ് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ അങ്ങ് മാനിക്കുമാറാണമേ. ഞങ്ങളുടെ സഭയിലെ ഓരോ കുടുംബത്തിനു വേണ്ടിയും അച്ഛൻ മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹകരമായി ഈ നാളുകൾ തീർന്നുകൊണ്ടിരിക്കുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൊച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യാത്രകളിൽ ഉപജീവനത്തിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയിരിക്കണം. മകൾക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ ചർച്ച് കമ്മിറ്റി അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങൾക്ക് ആലയത്തിൽ ഒരുമിച്ചിരുന്ന് കർത്താവെ അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം അങ്ങ് ഒരുക്കി തരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയിൽപ്പെട്ട രോഗികളായി കഴിയുന്ന എല്ലാവരെയും അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവെ. യേശു അപ്പാ, എല്ലാവർക്കും അങ്ങ് തക്ക വൈദ്യനായി നല്ല ഔഷധമായും കൂടെ ഇരിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ആരും കർത്താവെ ആശുപത്രിയിൽ പോകുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു ദോഷവും വരാതവണ്ണം അങ്ങ് കാത്തു പരിപാലിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യ മാതാപിതാക്കളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈശോദാസങ്ങളിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വളരെ നാളുകളായി കർത്താവെ ശാരീരികമായ ക്ഷീണത്താൽ ഭവനത്തിൽ വിശ്രമിക്കുന്നു കർത്താവെ. യേശു അപ്പ, പ്രിയ പിതാവിനോട് അങ്ങ് മനസ്സലിയുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന പ്രിയ പിതാവിന് സൗഖ്യമായി തീരുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. ശുശ്രൂഷിക്കുന്ന ആൻറ്റിയെയും ഭവനത്തിലെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഷാൻഡി റോയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭ ദീർഘനാളുകളായി പ്രിയ മകൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നു എന്ന വചനപ്രകാരം കർത്താവെ, ആ വചനത്തിൻ്റെ ശക്തി അയച്ച് പ്രിയ മകളെ സൗഖ്യമാക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളുടെ വേദനകളെല്ലാം അങ്ങ് ഏറ്റെടുക്കണം കർത്താവെ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനപ്രകാരം കർത്താവെ, പ്രിയ മകളെ അങ്ങ് സൗഖ്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രിയ മകൾക്ക് ഭവനത്തിൽ ലഭിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതിയല്ലോ കർത്താവെ. ദൈവമായ കർത്താവെ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ കർത്താവെ കടന്നു വന്ന് അവിടുത്തെ ഒരു സാക്ഷിയായി ജീവിപ്പാൻ, ദൈവമേ സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പേര് പറയാത്ത അനേകം പേർ കർത്താവെ പലവിധമായ ഭാരത്താൽ ഭവനങ്ങളിലായിരിക്കുന്നു കർത്താവെ. അവരുടെ അവസ്ഥ ഉള്ളതുപോലെ എൻ്റെ കർത്താവ് അറിയുന്നതിനായി സ്തോത്രം കർത്താവെ. ഏതവസ്ഥയിലായിരുന്നാലും സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടങ്ങ് മറുപടി നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ദയമായ കർത്താവെ, ഞങ്ങളുടെ സഭയിലെ കൊച്ചുമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഈ നാളുകൾ അവർ ഓൺലൈൻ പഠനത്തിലൂടെ ആയിരിക്കുമ്പോൾ കർത്താവെ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും പകരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ അങ്ങയുടെ സാക്ഷ്യമുള്ള മക്കളായി തന്നെ ആയിരിക്കാൻ ദൈവമേ അങ്ങ് സഹായിക്കുമാറാണമേ. ഒരു രോഗങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കുഞ്ഞുങ്ങളെ അലട്ടാതെ വണ്ണം ദൈവമേ അങ്ങ് സംരക്ഷിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. യൗവന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. യൗവനകാലം സ്രഷ്ടാവിനെ ഓർത്തുകൊണ്ട് ജീവിപ്പാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, പഠനം കഴിഞ്ഞ് കർത്താവെ ഒരു ഉപജീവനത്തിനായി കാത്തിരിക്കുന്ന പ്രിയ
മക്കളെ ദൈവകരങ്ങൾ തരുന്ന കർത്താവെ, തക്ക സമയത്ത് നല്ല ജോലികളെ നൽകി അവരെ അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ചു കഴിയുന്ന മക്കളുണ്ട് കർത്താവെ. യേശു അപ്പാ, എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. തക്ക തുണകളെ അങ്ങ് നൽകി അങ്ങ് മാനിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദയമായ കർത്താവെ, മറ്റ് ഫലവിധമായ പ്രയാസങ്ങളായിരിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. ദയമായ കർത്താവെ, യേശു അപ്പാ, സാമ്പത്തികമായി തകർന്ന അവസ്ഥയിൽ ഈ നാളുകളിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. എത്രയോ കുടുംബങ്ങൾ കർത്താവെ ദാരിദ്ര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കർത്താവെ. യേശു അപ്പാ, അവരോട് അങ്ങ് മനസ്സലിയുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സമ്പന്നനായിരിക്കാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ നാളുകളിൽ ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിൽ ആരും ദാരിദ്ര്യത്തിൽ അകപ്പെടുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് ആവശ്യമായ സ്വർഗീയ മന്ന സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ദാനമായി നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്നു. എല്ലാ കുടുംബങ്ങളെയും, അത്തരത്തിൽ കഷ്ടം അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അങ്ങ് അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്നു. ദയമായ കർത്താവെ, ഞങ്ങൾ ഇന്ന് കേൾക്കുവാൻ പോകുന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദയമായ കർത്താവെ, വചനം സംസാരിക്കുന്ന അച്ഛനെ അങ്ങ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ കാലുകൾക്ക് പ്രകാശമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ, വചനപ്രകാരം ഞങ്ങൾ ഈ നാളുകളിൽ ജീവിപ്പാൻ, വചനം ശ്രദ്ധയോട് കേട്ട് കർത്താവെ അതിൻ പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദയമായ കർത്താവെ, യേശു അപ്പാ, ഇസ്രായേൽ മക്കൾ കർത്താവെ, യേശു അപ്പാ, ആ കഠിനമായ വ്യാധികളാൽ ഭാരപ്പെട്ടപ്പോൾ കർത്താവെ, ഇസ്രായേൽ മക്കളെ കർത്താവെ ഒരു ദോഷവും സംഭവിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം അങ്ങ് കാത്തു പരിപാലിച്ചതുപോലെ ഈ നാളുകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങ് സംരക്ഷിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഒരു ദോഷവും വരാതെ വണ്ണം കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവിടെ ദേശത്തിന്, അവിടെ പാപം ക്ഷമിച്ച് അവിടെ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഈ മഹാവ്യാധിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വിടുവിക്കണം അപ്പാ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവമേ, ഒരു വൈദ്യശാസ്ത്രത്തിനോ ഒന്നിനും കഴിയാത്ത കൈവിട്ടു പോയ ഒരു സാഹചര്യത്തിൽ കർത്താവെ അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ കർത്താവെ. അപ്പാ, ഞങ്ങളോട് മനസ്സലിയുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു കർത്താവെ ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് സൗഖ്യമാക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്നു. ദയമായ കർത്താവ്, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സഭയെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശു അപ്പാ, വളരെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ, യേശു അപ്പ എല്ലാം ചന്തമായും ഭംഗിയായും നടത്തുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയമായ കർത്താവെ, ഞങ്ങളുടെ മിഷണറിമാരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയിൽ സൂക്ഷിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മഹായിടയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മഹായിടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആശുപത്രികൾ, മറ്റ് സ്ഥാപനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാറ്റിൻ്റെ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെയിരിക്കണം. ദയമായ കർത്താവെ, യേശു അപ്പാ, ഇനി എന്തെങ്കിലും പ്രാർത്ഥിക്കുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ വലിയ കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരേണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ സകലദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവനാമഹത്വത്തിനായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് 86-ാമത്തെ ഗീതം പാടാം. ഗീതം 86.
സന്തോഷം സദാ ചിന്തയിൽ വാഴാം, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുന്നേ, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുന്നേ. താതനാത്മനും പ്രിയ നിത്യപുത്രനും സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ. ആമേൻ. സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന, സ്വീകരിക്കുന്ന നാഥ, ഈ അനുഗ്രഹപൂർണമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് അവിടുത്തെ പാദപീഠത്തിൽ ആയിരുന്നു കൊണ്ട് ഞങ്ങളെ തന്നെ ശോധന ചെയ്യാനും വചനത്തിൻ്റെ നിറവിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പുനഃക്രമീകരിക്കാനും സമർപ്പണത്തോടെ തിരുസന്നിധിയിൽ നിൽക്കാനും വീണ്ടും ഒരു ഭാഗ്യം നൽകിയതുകൊണ്ട് സ്തോത്രം. ഇന്നത്തെ വചനധ്യാനം അനുഗ്രഹമാക്കി തീർക്കണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. തിരുശബ്ദം കേൾക്കുവാൻ കാതോർക്കുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ഞങ്ങളെ പുതുക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, ഞങ്ങളിൽ പുതുസമർപ്പണങ്ങൾ ഉളവാക്കുന്ന ഒന്നാക്കി മാറ്റണം. സകലതും തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഏവർക്കും സകല കൃപകളും ദൈവകൃപയും ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ചും വളരെ അസാധാരണമായ സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ദേശം കടന്നു പോകുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരം പട്ടണം രോഗവ്യാപനത്തിൻ്റെ തോത് വർദ്ധിച്ചിരിക്കുന്ന ഒരു പട്ടണമാണ്. നിങ്ങളെല്ലാവരും ഭവനങ്ങളിൽ സുരക്ഷിതമായിട്ടായിരിക്കുന്നു എന്നറിയുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഈ നാളുകളിൽ സർക്കാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, സാമൂഹിക പ്രതിബദ്ധതയോടെ, ജീവൻ്റെ വിലയുള്ള ജാഗ്രതയോടെ ഭവനങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലുമായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും രോഗവ്യാപനത്തിൻ്റെ ഇടങ്ങളിൽ പോകാതെ വണ്ണം സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ഈ മഹാമാരി പെയ്ത് തീരുവോളം സുരക്ഷിതമായിട്ട് നമ്മുടെ സഭയിലെ മുഴുവൻ ജനങ്ങളെയും കാത്തരുളാൻ സഭയായിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ദൈവാലയം തുറന്ന് ഞാനും ചുരുക്കം ചില ആൾക്കാരും, ചർച്ച് സെക്രട്ടറി, അക്കൗണ്ടൻ്റ്, ഇങ്ങനെ വളരെ ചുരുക്കം ചില ആൾക്കാരും എല്ലാ ഞായറാഴ്ചയും ഇവിടെ 1 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പേഴ്സണൽ പ്രയറിൽ സഭയിലെ മുഴുവൻ ജനങ്ങളെയും ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ പിൻബലം നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകും. നമ്മുടേതായ ഭാഗം നമ്മൾ എപ്പോഴും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണം. അതിന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭ്യമാകുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തിബരിയാസ് കടൽക്കരയിൽ സമർപ്പണങ്ങളെ മറന്ന്, ഗുരുനാഥനെ മറന്ന്, തിരസ്കാരത്തിൻ്റെ കൈപ്പോടുകൂടി സ്വകീയമായ താൽപ്പര്യങ്ങളിലേക്ക് പിൻവാങ്ങിപ്പോയ ശിഷ്യരെയും തന്നെ തിരസ്കരിച്ചവരെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ക്രിസ്തുവിനെയും ആണ്. ഒരു പക്ഷേ
യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും സ്വീകാരത്തിൻ്റെയും ഇത്രയും ശ്രേഷ്ഠമായ ഒരു ദൃശ്യം മറ്റൊരിടത്തുമില്ല എന്നാണ് എൻ്റെ വിചാരം. വാത്സല്യത്തിൻ്റെ ആ പ്രാതൽ വിളമ്പിയതിന് ശേഷം യേശു തൻ്റെ അരുമ ശിഷ്യനായ പത്രോസിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും തുടർ സംവാദങ്ങളുമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തു പത്രോസിനോട് ചോദിച്ച പ്രസക്തമായൊരു ചോദ്യം ഇതാണ്: യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹമാണ് ന്യായപ്രമാണത്തിൻ്റെയും സകല തിരുവെഴുത്തുകളുടെയും പൂർത്തീകരണമെന്ന് വരികിൽ ഈ ചോദ്യത്തിൽ എല്ലാ ചോദ്യങ്ങളും അടങ്ങുന്നു എന്ന് വേണം കരുതുവാൻ. യേശുവിൻ്റെ ഈ ചോദ്യവും ക്രിസ്തുവിൻ്റെ ഉത്ഥിത ക്രിസ്തുവിൻ്റെ സാമീപ്യവും ക്രിസ്തുവിനോടൊപ്പമുള്ള സഹവാസവും പത്രോസിനെ രൂപാന്തരപ്പെടുത്തി. ക്രിസ്തുവും പത്രോസും തമ്മിലുള്ള ഈ സംവാദം പരിവർത്തനത്തിൻ്റെ ചില സൗന്ദര്യങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നു. ഈ സംവാദം നമുക്ക് തരുന്ന ചില വെളിച്ചങ്ങളാണ് നാം ഇന്ന് ചുരുക്കമായി ചിന്തിക്കുന്നത്. ഒന്ന്, പണിയപ്പെടലിൻ്റെ സൗന്ദര്യം. പണിയപ്പെടലിൻ്റെ സൗന്ദര്യം. തന്നെ തിരസ്കരിച്ചവരെ കാത്തിരിക്കുന്നൊരു ക്രിസ്തുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ ഈ സമീപനം. ഒരുപക്ഷെ യേശു ക്രിസ്തുവിന് തന്നെ തിരസ്കരിച്ച ഒരു പത്രോസിന് പകരം 10,000 പത്രോസുമാരെ സൃഷ്ടിക്കാനും ശിഷ്യന്മാരാക്കാനും കർത്താവിന് കഴിയും. പത്രോസിനെ സംബന്ധിച്ച് ശുശ്രൂഷയിൽ പത്രോസ് അത്ര എഫക്റ്റീവല്ല. അദ്ദേഹത്തിന് കർത്താവ് ഉദ്ദേശിച്ച കമ്മിറ്റ്മെൻ്റ് ഇല്ല. പലവട്ടം ക്രിസ്തുവിനെ തിരസ്കരിച്ചവനാണ്. ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് അടർത്തി മാറ്റുവാൻ യേശുക്രിസ്തുവിന് 10,000 കാരണങ്ങളുണ്ട്. പത്രോസിനെ തൻ്റെ കൂട്ടത്തിൽ കൂട്ടാതെ അകറ്റി നിർത്തുവാൻ യേശുക്രിസ്തുവിന് 10,000 കാരണങ്ങളുണ്ട്. പക്ഷേ പത്രോസിനെ ചേർത്ത് പിടിക്കാൻ 1-2 കാരണങ്ങളുണ്ട്. ക്രിസ്തു തിരഞ്ഞെടുത്തത് ആ 1-2 കാരണങ്ങളാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വ്യക്തമായിട്ടറിയാം, ഇത് റീപ്ലേസ്മെൻറ്റുകളുടെ ഒരു കാലഘട്ടമാണ്. നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഏതെങ്കിലും കുറവ് അതിനുണ്ട് എന്ന് തോന്നിയാൽ ഉപേക്ഷിക്കുക, പുതിയത് ഒന്ന് കണ്ടെത്തുക. ഇതാണല്ലോ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഒരു സോഷ്യോളജിസ്റ്റ് പറഞ്ഞതിങ്ങനെയാണ്: നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയാൽ അതിന് 3 ലൈഫ്സ് ഉണ്ട്. 3 ലൈഫ്സ്. ഒന്ന് മെഷീൻ ലൈഫ്. നമുക്കെല്ലാവർക്കും അറിയാം. ഉദാഹരണം, ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അതിൻ്റെ യന്ത്രത്തിന് ഒരു ജീവിതമുണ്ട്, ഒരു കാലമുണ്ട്. ആ യന്ത്രം നിലനിൽക്കുന്നൊരു കാലമുണ്ട്. അതാണ് മെഷീൻ ലൈഫ്. 2, മാർക്കറ്റ് ലൈഫ്. അതായത് ആ യന്ത്രത്തിൻ്റെ, ആ പ്രോഡക്റ്റിൻ്റെ കച്ചവട മൂല്യം, അത് മാർക്കറ്റിൽ എത്ര കാലം നിലനിൽക്കും. 3, വോഗ് ലൈഫ്. VOGUE. വോഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രചാര കാലഘട്ടം. ഈ വസ്തു ഒരു ട്രെൻഡായിട്ട് എത്ര കാലം നിലനിൽക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ഉദാഹരണം, ഒരു സ്മാർട്ട് ഫോൺ നമ്മളെടുത്താൽ ആ സ്മാർട്ട് ഫോണിൻ്റെ മെഷീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ 6 വർഷം എന്നിരിക്കട്ടെ. 6 വർഷം ഇപ്പോഴത്തെ ഫോണുകൾ നിൽക്കില്ല, എങ്കിലും 6 വർഷം എന്ന് നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സ്മാർട്ട് ഫോണിൻ്റെ മാർക്കറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ 3 വർഷമായിരിക്കും. ആ സ്മാർട്ട് ഫോണിൻ്റെ വോഗ് ലൈഫ് എന്ന് പറയുന്നത് കേവലം 1 വർഷമായിരിക്കും. വോഗ് ലൈഫ് കുറയുമ്പോൾ പ്രോഡക്റ്റിന് ജീവിക്കാൻ, അതിജീവിക്കാനുള്ള ത്രാണി ഉണ്ടെങ്കിലും അതിൻ്റെ ആയുസ് ചുരുങ്ങി വരുന്നു. ഈ ഒരു തലം പ്രോഡക്റ്റുകൾക്കെന്ന് മാത്രമല്ല, ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ ബന്ധങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ രൂക്ഷമായ ഒരു അവസ്ഥ. ബന്ധങ്ങൾ ശിഥിലമാകുന്നു. കാരണമെന്ത്? അത് ഔട്ട്ഡേറ്റ് ആകുന്നു, അഥവാ കാലഹരണപ്പെടുന്നു. ഇന്നത്തെ ഒരു കച്ചവട സംസ്കാരത്തിൽ ഔട്ട്ഡേറ്റ് ആയാൽ പിന്നെ ഉപേക്ഷിക്കുകയാണ്. ലൈഫെന്ന് പറഞ്ഞാൽ വോഗ് ലൈഫാണ് എന്ന് ആരോ നമ്മെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതായത് ഒരു പ്രചാര കാലഘട്ടം മാത്രം നിലനിൽക്കുന്നൊരു നിൽപ്പേ നമുക്കെല്ലാവർക്കുമുള്ളൂ.
കഴിവുള്ള കാലം, സൗന്ദര്യമുള്ള കാലം, സമ്പത്തുള്ള കാലം, ആരോഗ്യമുള്ള കാലം, മഹിമയുള്ള കാലം, ഇങ്ങനെ ഒരു ചെറിയ കാലഘട്ടമാണ് നമ്മുടെ ജീവിതം. ഈ കാലം കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡേറ്റാണ്, കാലഹരണപ്പെട്ടു. ഔട്ട്ഡേറ്റ് ആയോ? ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, തിബരിയാസ് കടൽക്കരയിൽ നിൽക്കുന്ന ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം, ഔട്ട്ഡേറ്റ് ആയാലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, പിന്നെ അത് പുതുക്കി പണിയണം. കഴിവുള്ള, സൗന്ദര്യമുള്ള, സമ്പത്തുള്ള, അധികാരമുള്ള ഒരു ചെറിയൊരു കാലഘട്ടം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രസക്തി. ജീവിതത്തിൻ്റെ ആസ്വാദനം ഒരു ചെറിയ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. പിന്നെ ക്രിസ്തു ജീവിതത്തിൻ്റെ നൈരന്തര്യം സാധ്യമാക്കുന്നു, നിരന്തര ഭാവം കൊണ്ടുവരുന്നു. പത്രോസും കൂട്ടരും ഒരുപക്ഷേ കാലഹരണപ്പെട്ട ഒരു നേതൃത്വമാകാം. എന്നാൽ തിബരിയാസ് കടൽക്കരയിൽ നിൽക്കുന്ന ക്രിസ്തുവിന് അവരെ ഉപേക്ഷിക്കാനുള്ള ഒരു അജണ്ടയില്ല. നേരെ മറിച്ച് കാലഹരണപ്പെട്ട ഈ നേതൃത്വത്തെ പുതുക്കി പണിയുകയാണ് നമ്മുടെ കർത്താവ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് റീപ്ലേസ് ചെയ്യുക എന്ന് ആക്രോശിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പണിയപ്പെടലിൻ്റെ ധർമ്മം പേറുന്ന വ്യതിരിക്ത വ്യക്തിത്വങ്ങളാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? തന്നെ പലവട്ടം തിരസ്കരിച്ചവൻ്റെ അടുക്കൽ വന്നു നിന്നിട്ട് കർത്താവ് ചോദിക്കുന്നു, നിനക്കെന്നോട് സ്നേഹമുണ്ടാ? അവൻ കർത്താവിനെ തിരസ്കരിച്ചു എന്നത് അവൻ്റെ വ്യക്തി ജീവിതത്തിലെ അഥവാ വിശ്വാസ ജീവിതത്തിലെ അഥവാ ശിഷ്യത്വ ജീവിതത്തിലെ ഒരവസാനമല്ല. ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ചോദിക്കണം, ഈസ് ഇറ്റ് ദ എൻഡ് ഓഫ് മൈ ലൈഫ്? കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണോ? നമ്മൾ കർത്താവിനോട് ചോദിക്കണം. ജീവിതത്തിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത പ്രതികൂലങ്ങളിലൂടെയാണ്, അഥവാ ഞാൻ കാലഹരണപ്പെട്ടു എന്ന് എനിക്ക് തന്നെ തോന്നി എന്നോട് തന്നെ മാപ്പ് കൊടുക്കാത്ത ഒരു ദുസ്സഹമായ സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നുവെങ്കിലും കർത്താവിനോട് ചോദിക്കണം, ഈസ് ഇറ്റ് ദ എൻഡ് ഓഫ് മൈ ലൈഫ്? ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണോ? അപ്പോൾ നമ്മുടെ ക്രിസ്തു ഉത്തരം പറയും, നോ. ആ ഉത്തരത്തിൽ പിടിച്ച് ഒന്ന് ഉഷാറാകാനും ജീവിതത്തെ തിരിച്ചു പിടിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഉദ്ധിത ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പത്രോസിന് ലഭിക്കുന്നത് മറ്റൊന്നല്ല, ഒരു പണിയപ്പെടലിൻ്റെ സൗന്ദര്യമാണ്. ദൈവസ്നേഹത്തിൻ്റെ അഗാധമായി തലം അദ്ദേഹം രുചിച്ചറിയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കും, എവരി സെയിൻറ്റ് ഹാസ് എ പാസ്റ്റ്, എവരി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ. ഏത് പരിശുദ്ധനും പാപത്തിൻ്റെ ഒരു പഴയ കാലമുണ്ട്, ഏത് പാപിക്കും ശോഭനമായ ഒരു ഭാവിയുണ്ട്. ഇതാണ് യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം നമ്മോട് പറയുന്ന പണിയപ്പെടലിൻ്റെ സൗന്ദര്യം. 2, പരിത്യാഗത്തിൻ്റെ സൗന്ദര്യം. യോഹന്നാൻ 21:15 യേശുവിൻ്റെ ചോദ്യം ഇതാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവിടെ ഇവരിൽ എന്ന് പറയുന്ന വാക്കിന് വേദപുസ്തകത്തിൻ്റെ മൂലഭാഷയിൽ ഗ്രീക്കിൽ അത് ന്യൂട്ടർ ജെൻഡറാണ്. അപ്പോൾ അവിടെ ഇവയിൽ എന്നും വരാം. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിനെ സംബന്ധിച്ച് ഈ ചോദ്യം മുറിപ്പെടുത്തുന്നൊരു ചോദ്യമാണ്. കാരണം വള്ളവും വലയും വിട്ടൊക്കെ കർത്താവെ ഞാൻ നിൻ്റെ പിന്നാലെ വന്നതാണ്, പക്ഷെ തെറ്റിപ്പോയി. ഇനി പുതിയൊരു മനോഭാവം പടുത്തുയർത്തണം. കർത്താവിൻ്റെ ചോദ്യം മുറിപ്പെടുത്തുന്നതാണെങ്കിലും സുഖപ്പെടുത്താനാണല്ലോ ക്രിസ്തു മുറിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു പുതിയൊരു തലത്തിലേക്ക് പത്രോസ് അവിടെ എത്തിച്ചേരുകയാണ്. ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിൽ ഒരു വ്യവസ്ഥ ഉൾച്ചേർന്നിരിപ്പുണ്ട്. എന്താണ് ഈ വ്യവസ്ഥ? നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ്. നീ ഇവരിലധികമായി എന്നെ എന്തുകൊണ്ട് ക്രിസ്തു അങ്ങനെ പത്രോസിനോട് അങ്ങനെ ചോദിച്ചു? ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ഇതാണ്, അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. ഈ പത്രോസ് ആരാണ്? ക്രിസ്തു ആരാണ് എന്ന് ആദ്യം വെളിപ്പെടുത്തിയവൻ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് കർത്താവിനോട് പറഞ്ഞവൻ. ആ സമയത്ത് കർത്താവ് തന്നെ പറഞ്ഞു, പത്രോസേ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ബൗദ്ധിക തലങ്ങളല്ല, ജഡരക്തങ്ങളല്ല, ഒന്നുമല്ല, പരിശുദ്ധാത്മാവാണ്, ദൈവാത്മാവാണ് ഈ രഹസ്യം നിനക്ക് വെളിപ്പെടുത്തി തന്നത്.
അതുകൊണ്ട് ദൈവത്തിൻ്റെ റവലേഷൻ കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള മഹാഭാഗ്യം നിനക്ക് കിട്ടിയിരിക്കുന്നു. അധികം ലഭിച്ചവനോട് കർത്താവ് ചോദിക്കുന്നു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. ഇനി ഈ വചനം, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അധികാരങ്ങൾ, അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു പരിത്യാഗത്തിൻ്റെ സൗന്ദര്യം ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ മണ്ഡലങ്ങൾക്കുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? 4-5 സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്ന് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. ആ സുഹൃത്തിൻ്റെ ഭാര്യ വളരെ രസകരമായ ഒരു ചായ, ഒരു സ്ട്രോങ് ചായ ഏവർക്കും ഉണ്ടാക്കി. മനോഹരമായ കപ്പുകളിൽ അത് പകർന്ന് സുഹൃത്തുക്കൾക്ക് കൊടുത്തു. ആ ചായയുടെ സുഗന്ധം ആ മുറിക്കുള്ളിൽ നിറഞ്ഞുവെങ്കിലും എല്ലാവരുടെയും കണ്ണ് പതിഞ്ഞത് ആ മനോഹരമായ കപ്പുകളിലാണ്. പിന്നത്തേതിൽ സുഹൃത്തുക്കൾ തമ്മിൽ അവിടെ ഇരുന്നപ്പോൾ അവർ ആ കപ്പുകളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും ആ ചായയെക്കുറിച്ച് മറന്നു. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും ശ്രദ്ധ ആ കണ്ടെയ്നറിലായിരുന്നു. കണ്ടൻറ്റ് മറന്നുപോയി. ആ കണ്ടെയ്നറിലാണ് എല്ലാവരും ശ്രദ്ധിച്ചത്, കണ്ടൻറ്റ് മറന്നുപോയി. പത്രോസിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഒരുപാട് ബാഹ്യവിചാരങ്ങളിൽ തൻ്റെ ശ്രദ്ധ പതിഞ്ഞു. പക്ഷേ തൻ്റെ സ്വത്വത്തോട് ചേർന്ന് നിന്ന സമർപ്പണത്തിൻ്റെ ആ കണ്ടൻറ്റ് അദ്ദേഹം മറന്നുപോയി. അത് തിരിച്ചു പിടിക്കുക, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 3, പ്രതിപത്തിയുടെ സുഗന്ധം. യോഹന്നാൻ 21:15 മുതൽ താഴോട്ട്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാൻ സുവിശേഷകൻ ഇത് രേഖപ്പെടുത്തുമ്പോൾ വളരെ ഗഹനമായി ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രസകരമായ ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ സ്നേഹം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന യവന പദം അഗപ്പേ എന്നുള്ളതാണ്. നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിൻ്റെ മറുപടി, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ആ പ്രിയം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫിലോ എന്നാണ്. ഫിലിയ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, യവന ഭാഷയിൽ സ്നേഹത്തിന് 4 വാക്കുകളുണ്ട്: സ്റ്റോർജ്, അഗപ്പെ, ഫിലോസ്, ഇറോസ്. ഓരോ സ്നേഹത്തിന് ഓരോ തലങ്ങളാണ്. അതിന് ഇംഗ്ലീഷിലും മലയാളത്തിലേക്കും ശരിയായ പരിഭാഷയുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇവിടെ ആദ്യം കർത്താവ് ചോദിച്ചത് ഇങ്ങനെയാണ്: അഗപ്പാസ്, നിനക്ക് എന്നോട് അഗപ്പെ എന്ന സ്നേഹത്തിൻ്റെ തലമുണ്ടോ? പത്രോസിൻ്റെ മറുപടി, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഐ ഡിയർലി ലവ് യു. എനിക്ക് നിന്നോട് സൗഹാർദ്ദമുണ്ട്, എനിക്ക് നിന്നോട് ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വീണ്ടും കർത്താവ് ചോദിച്ചത് അഗപ്പാസ് എന്നാണ്. വീണ്ടും, നിനക്കെന്നോട് അഗപ്പയുണ്ടോ, അഗപ്പാസ് ഉണ്ടോ? അതിന് പത്രോസ് പറഞ്ഞ മറുപടി, യെസ്, ഐ ഡിയർലി ലവ് യു. എനിക്ക് നിന്നോട് സൗഹാർദ്ദമാണ്, എനിക്ക് നിന്നോട് ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പത്രോസ് മറുപടി പറയുന്നു. മൂന്നാമത് യേശുക്രിസ്തു പത്രോസിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നു, യെസ്, ഓക്കെ, നീ പറഞ്ഞല്ലോ, നിനക്കെന്നോട് സൗഹാർദ്ദമെങ്കിലും ഉണ്ടോ? ഫിലോ എന്ന വാക്ക് കർത്താവ് ചോദിക്കുന്നു. മൂന്നാമത്തെ ക്രിസ്തുവിൻ്റെ ചോദ്യം, നിനക്കെന്നോട് പ്രിയമുണ്ടോ? നിനക്കെന്നോട് സൗഹാർദ്ദമുണ്ടോ? ഫിലോ ഉണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് ഫിലോ ഉണ്ട്. പ്രിയമുള്ളവരെ, അഗപ്പെ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹയസ്റ്റ് ഫോം ഓഫ് ലവ്, സാക്രിഫിഷ്യൽ ലവ് ദാറ്റ് ഇൻറ്റൻഷനലി ഡിസയേഴ്സ് അതേഴ്സ് ഗുഡ്. മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സാക്രിഫിഷ്യൽ ലവിനെയാണ് ഈ അഗപ്പെ, ഡിവൈൻ ലവ്, ഹയസ്റ്റ് ഫോം ഓഫ് ലവ് എന്നാണ് പറയുന്നത്. ഈ ഫിലിയ എന്ന വാക്ക് ഫ്രണ്ട്ഷിപ്പ് ലവ്, നമുക്കെല്ലാവർക്കും അറിയാം. സമാന താല്പര്യമുള്ളവരുടെ കൂട്ടായ്മയാണല്ലോ ഫ്രണ്ട്ഷിപ്പ് ലവ്. ആദ്യം യേശുക്രിസ്തു പത്രോസിനോട് ചോദിച്ചത്, നിനക്കെന്നോട് ഒരു സാക്രിഫിഷ്യൽ ലവ് ഉണ്ടോ? ആ സ്നേഹമുണ്ടോ? ഹയസ്റ്റ് ഫോം ഓഫ് ലവ് നിനക്കുണ്ടോ? പത്രോസ് തന്ത്രപരമായി പറയുന്നുണ്ട്, കർത്താവേ, ഉണ്ട്, എനിക്ക് നിന്നോട് ഫ്രണ്ട്ഷിപ്പാണ്. വീണ്ടും കർത്താവ് ചോദിക്കുന്നു, ആ സാക്രിഫിഷ്യൽ ലവ് നിനക്കുണ്ടോ? ഉത്തരം, എനിക്ക് നിന്നോട് ഫ്രണ്ട്ഷിപ്പാണ്. യേശുക്രിസ്തു മൂന്നാമത് ചോദിക്കുന്നു, നിനക്കെന്നോട് ഫ്രണ്ട്ഷിപ്പുണ്ടോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ സകലതും അറിയുന്നു, യെസ്, എനിക്ക് നിന്നോട് ഫ്രണ്ട്ഷിപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
യേശുക്രിസ്തു ഒളിഞ്ഞും തെളിഞ്ഞും പത്രോസിനോട് ചോദിക്കുന്നു, ഇടോ ഫ്രണ്ട്ഷിപ്പിൻ്റെ അർത്ഥമെങ്കിലും നിനക്കറിയോ? അതാണ് ചോദ്യം. നിനക്കെന്നോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? ലാസ്റ്റ് കർത്താവ് ചോദിക്കുകയാണ്, നിനക്കെന്നോട് ഫ്രണ്ട്ഷിപ്പെങ്കിലും ഉണ്ടോ? ഫ്രണ്ട്ഷിപ്പിൻ്റെ അർത്ഥം നിനക്കറിയാമോ? ഫിലിയ ക്യാൻ ബി സ്ട്രോങ്ലി അസോസിയേറ്റ് വിത്ത് അഗപ്പെ ആസ് വെൽ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതും ചെറുതല്ല. കാര്യം ബൈബിൾ അങ്ങനെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് വാചാലമാകുന്നു. റോമാലേഖനം 12:10 സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. യോഹന്നാൻ സുവിശേഷം തന്നെ 15-ാം അധ്യായം 13-14 വാക്യങ്ങൾ, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ മറ്റൊരു സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ പ്രമാണിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. കർത്താവ് പറഞ്ഞതാണ്. എ ഫ്രണ്ട് ഈസ് വൺ ഹു നോസ് ഓൾ അബൌട്ട് യു ആൻഡ് സ്റ്റിൽ ലവ്സ് യു. നിന്നെക്കുറിച്ചുള്ള എല്ലാം അറിഞ്ഞിട്ടും നിന്നെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്നവൻ, അതാണ് യഥാർത്ഥ സുഹൃത്ത്. അതുകൊണ്ട് ചങ്ങാതി, നിനക്ക് ചങ്ങാത്തം ഉണ്ടാ. ഈ ചങ്ങാതി എന്ന വാക്കിൻ്റെ അർത്ഥം, ചങ്ങാത്തത്തിൻ്റെ മഹിമ നിനക്കറിയാമോ? ഈ ലോകത്ത് നമുക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് കൂട്ട്. സുന്ദരമായൊരു പദമാണ് കൂട്ട്. ഇതിൻ്റെ അർത്ഥം നിനക്കറിയാമോ? ഇതിൻ്റെ മഹത്വം നിനക്കറിയാമോ? യേശു ചോദിക്കുന്നു. കർത്താവ് സൗഹൃദത്തെ വിലമതിച്ച് ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ബലമാണ് ഈ പ്രബല ബലം, സ്ട്രോങ് ഫോഴ്സ്. അത് ഈ ആറ്റമിൻ്റെ അകത്ത് ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ആ അടുപ്പത്തെ പറയുന്നതാണ് ഈ പ്രബല ബലം എന്ന് പറയുന്നത്. ചെറിയ അകലത്തിൽ മാത്രമേ ഈ പ്രബല ബലം പ്രവർത്തിക്കൂ. ഈ ന്യൂക്ലിയസിൻ്റെ അകലം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാമോ? ന്യൂക്ലിയസിൻ്റെ അകലം 1 സെൻറ്റിമീറ്ററിൻ്റെ 10 ലക്ഷം കോടിയുടെ ഒരംശമാണ്. 1 സെൻറ്റിമീറ്ററിൻ്റെ 10 ലക്ഷം കോടിയുടെ ഒരു ഭാഗമാണ് ഈ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള. അത് ആ ഇഴയടുപ്പം, അതിനാണ് പ്രബലബലം എന്ന് പറയുന്നത്. ഉത്ഥിതനായ ക്രിസ്തുവും പത്രോസും തമ്മിലുള്ള കൂട്ട്, ഈ കൂട്ടിൻ്റെ, ഈ സ്നേഹത്തിൻ്റെ പ്രബലബലം നിനക്കറിയാമോ? സ്നേഹം വല്ലാതെ തണുത്തു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ യേശു കർത്താവ് തന്നെ പരിഭവം പറഞ്ഞിട്ടുണ്ട് എഫെസു സഭയോട്, നിൻ്റെ ആദ്യ സ്നേഹം എവിടെ? സ്നേഹത്തിൻ്റെ ഈ ബലം നമ്മൾ തിരിച്ചറിയണം. പ്രതിപത്തിയുടെ സുഗന്ധം. ബോബി ജോസ് അച്ഛൻ കൂട്ട് എന്ന തൻ്റെ പുസ്തകത്തിൽ ഈ ഭാഗത്തെ വളരെ സരസമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്: ചെറിയ ഇടവേളകളുടെ അകലത്തിൽ ക്രിസ്തുവിൻ്റെ ഈ ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുക. ക്രിസ്തു നമ്മോട് ചോദിക്കുന്നതായി സങ്കല്പിക്കുക. ചോദ്യം ഇതാണ്: നീ സ്നേഹിക്കുന്നുണ്ടോ? ഉടൻ ഉത്തരം പറഞ്ഞു, ഉണ്ട്. ഈ കാണുന്നതും കാണിക്കുന്നതും കാട്ടുന്നതുമൊക്കെ സ്നേഹമല്ലാതെ പിന്നെ എന്ത്? ഉണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം കർത്താവ് ചോദിക്കുന്നു, നിനക്കെന്നോട് സ്നേഹമുണ്ടാ? ഒരു പഴയ ഒരു ഉറപ്പില്ല, കുറേ സന്ദേഹങ്ങളുണ്ട്. കർത്താവേ, ഈ ശാഠ്യങ്ങൾ, എൻ്റെ പരാതികൾ, പരിഭവങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, കൊടിയ പൊസസീവ്നെസ്, ഇതൊക്കെ സ്നേഹമല്ലേ? ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്നോട് സ്നേഹമുണ്ടാ? പഴയ ഉറപ്പില്ല, സന്ദേഹമില്ല, ഇപ്പോൾ കരച്ചിലായി. കർത്താവേ, നീ സകലതും അറിയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ തലങ്ങൾ നിരന്തരം നവീകരിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ ചോദ്യത്തിന് പെട്ടെന്നായിരുന്നു ഉത്തരമുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു സന്ദേഹമായിപ്പോയി. മൂന്നാമത്തെ ചോദ്യം കരഞ്ഞുപോയി. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ മനുഷ്യന്മാരൊക്കെ കരയുന്നത് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. നമ്മുടെ കണ്ണുകൾ നിറയുന്നത് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന, നമുക്ക് സ്നേഹം നൽകിയ അനേകരുണ്ട്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ നിറയുന്നത്. പത്രോസും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടുന്നു. കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ആ കവിതയിൽ അദ്ദേഹം ബുദ്ധനെ കൊണ്ട് പറയിപ്പിക്കുന്ന സരസമായൊരു ഭാഗം അതിൻ്റെ അവസാനത്തുണ്ട്. അതിങ്ങനെയാണ്: സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി നേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹിതി തന്നെ മരണം.
സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്തും. സ്നേഹം നരകത്തിൻ്റെ ദ്വീപിൽ സ്വർഗഗേഹം പണിയുന്ന പടുത്തും. പടുത്തും എന്ന് പറഞ്ഞാൽ മിടുക്ക്. നരകത്തിൻ്റെ ദ്വീപിൽ സ്വർഗം പണിയുന്ന മിടുക്കാണ് സ്നേഹം. ഈ സ്നേഹമാണ് ക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഈ സ്നേഹത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, പ്രതിപത്തിയുടെ സൗന്ദര്യം നമ്മൾ തിരിച്ച് പിടിക്കേണ്ടതുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പരിഭവങ്ങളുടെ മറുപടിയിൽ നിന്നുകൊണ്ട് കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. നമ്പർ 4, പൂരിപ്പിക്കുന്ന സുഗന്ധം. എനിക്ക് നിന്നോട് സ്നേഹമാണ് എന്ന് പത്രോസ് ആവർത്തിച്ച് പറയുമ്പോൾ, എനിക്ക് നിന്നോട് സ്നേഹമാണ് എന്ന് പത്രോസ് ഇവിടെ ആവർത്തിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക, എൻ്റെ ആടുകളെ മേയ്ക്ക, എൻ്റെ ആടുകളെ പാലിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ നല്ല ഇടയൻ ആരാണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു. പുതിയ നിയമത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്, യോഹന്നാൻ 10:11, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയനായ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ഉത്തരവാദിത്തമാണ് ആടുകളെ മേയ്ക്കുക, ആടുകളെ പാലിക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ പത്രോസിനോട് കർത്താവ് പറയുന്നു, എൻ്റെ ആടുകളെ നീ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ശുശ്രൂഷയെ നീ പൂരിപ്പിക്കുക, എൻ്റെ ശുശ്രൂഷയെ നീ പൂരിപ്പിക്കുക. റോമാലേഖനം 15:19, അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം ഞാൻ പൂരിപ്പിച്ചിരിക്കുന്നു. കൊലോസ്യർ 1:24 പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടത ഞാൻ പൂരിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ചിലത് പൂരിപ്പിക്കാനുണ്ട്, ചിലത് പൂർത്തീകരിക്കാനുണ്ട്. അടുത്തിവിടെ ഏറ്റവും ശ്രദ്ധേയം, ഈ സംവാദത്തിനൊടുവിൽ കർത്താവ് പറയുകയാണ്, മരണം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നവനാണ് പത്രോസ്. മരണം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നവൻ. അതെങ്ങനെയാണ്? യോഹന്നാൻ 21:18, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി നിനക്കിഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടുകയും നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ആത്മീയമായ അപക്വതയുടെ കാലഘട്ടങ്ങളിൽ തന്നിഷ്ടങ്ങളായിരുന്നു നിന്നെ നടത്തിയത്. നിൻ്റെ ഇഷ്ടം. യൗവനത്തിൻ്റെ കാലഘട്ടത്തിൽ നീ അരകെട്ടി നിനക്കിഷ്ടമുള്ളയിടത്ത് നടന്നു. ആത്മീയമായ അപക്വതയുടെ ഒരു കാലഘട്ടം. എന്നാൽ ഇപ്പോൾ നീ വീണ്ടും പുനഃസമർപ്പണത്തിലേക്ക് വരുമ്പോൾ, ആത്മീക പക്വത ആർജിക്കുമ്പോൾ, നിൻ്റെ ഇഷ്ടങ്ങളല്ല, മറ്റൊരാൾ നിൻ്റെ അരകെട്ടുകയും അയാൾക്കിഷ്ടമുള്ളിടത്തേക്ക് നിന്നെ നയിക്കുകയും ചെയ്യും. മറ്റൊരാൾ ആരാണ്? പരിശുദ്ധാത്മാവ് നിന്നെ ആനയിക്കും, നിന്നെ നയിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് നീ പൂർണ്ണമായി വിനയപ്പെടും. ഒരു പക്ഷേ നിനക്ക് താല്പര്യമില്ലാത്ത ഇടങ്ങളിലേക്കാണ് പോകുന്നതെങ്കിലും നീ സ്വയമേവ അവിടേക്ക് പോകും. മരണം കൊണ്ട് അങ്ങനെ നീ എന്നെ മഹത്വപ്പെടുത്തും. മരണം കൊണ്ട് എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത്? ആനന്ദിൻ്റെ വ്യാസനും വിഘ്നേശ്വരനും എന്നൊരു പുസ്തകത്തിലൊരു കഥയുണ്ട്. ഭയാനകമായ രീതിയിൽ കാട്ടുതീ പടരുകയാണ്. മരങ്ങളും മൃഗങ്ങളും കത്തിയൊടുങ്ങുന്നു. ഒരു കുരുവി അടുത്തുള്ള അരുവിയിൽ പോയി നന്നേ ഒന്ന് മുങ്ങി. അതിൻ്റെ ചിറകുകളിൽ പരമാവധി വെള്ളം ആവഹിച്ചു. ഉയരങ്ങളിലേക്ക് പകർന്ന് ആ കാട്ടുതീയുടെ മുൻപിൽ, ആ കാട്ടുതീയുടെ മുകളിൽ പോയി നിന്ന് ചിറക് കുടഞ്ഞ് ആ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. ഇത് ദേവനായ ഇന്ദ്രൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുരുവിയുടെ ഈ ശ്രമം ഇന്ദ്രൻ കണ്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഇടി മണ്ടിപ്പെണ്ണേ, കുരുവിപ്പെണ്ണേ, നിൻ്റെ ചിറകുകളിൽ നീ ആവഹിച്ചിട്ടുള്ള വെള്ളം എന്തിനെങ്കിലും ഉപയോഗിക്കുമോ? ഈ കാട്ടുതീ അണയ്ക്കാൻ ചെറിയൊരു തോതിലെങ്കിലും സഹായിക്കുമോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ വൃഥാവ്യായാമം? ഇന്ദ്രൻ ഇത് പറയുമ്പോൾ കുരുവി തിരിച്ച് ഇന്ദ്രനോട് പറഞ്ഞു, അലയോ ഇന്ദ്ര, അങ്ങ് മഴദേവനാണ്. അങ്ങ് വിചാരിച്ചാൽ ഒരു മഹാമാരി പെയ്യിച്ച് ഈ കാട്ടുതീ ശമിപ്പിക്കാം. പക്ഷേ അങ്ങ് നിഷ്ക്രിയനായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ചെറിയൊരു ഉദ്യമം. ഇത് പറഞ്ഞ് ചിറക് വിരിച്ചു, ചിറകുകൾ കുടഞ്ഞു. ഒടുവിൽ ആ തീയിൽ കുരുവി ചെന്നുപെട്ട് ജീവൻ ഒടുങ്ങി. മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക.
പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചാൽ അത് ക്രിസ്തുവിനായി, മരിച്ചാലും അത് ക്രിസ്തുവിനായി. പത്രോസിനെ കുറിച്ച് യേശു പറയുന്നു, ഇവൻ മരണം കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുന്നവരാണ്. പ്രിയമുള്ളവരെ, ഈ ധ്യാനം 4 സുഗന്ധങ്ങളിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകുന്നു. 1, പണിയപ്പെടലിൻ്റെ സുഗന്ധം. 2, പരിത്യാഗത്തിൻ്റെ സുഗന്ധം. 3, പ്രതിബദ്ധിയുടെ സുഗന്ധം. 4, പൂരിപ്പിക്കുന്ന സുഗന്ധം. ഈ സുഗന്ധങ്ങൾ ആത്മീക സുഗന്ധങ്ങളായി നമ്മുടെ ജീവിതത്തിലും വ്യാപിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ കൃപ നമുക്കേവർക്കും ലഭ്യമാകുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹത്തിൻ്റെ ഇടയനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങു ഞങ്ങൾക്കായിട്ട് കരുതുന്ന അഗാധമായ സ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പണിയപ്പെടുകയും ഞങ്ങൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങളെ പൂർണ്ണമായി തിരുകരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളും പ്രതിപത്തിയോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ കർത്താവ് ഇടയാക്കണമേ. പത്രോസിനെ പോലെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് പലവട്ടം അങ്ങേ തിരസ്കരിച്ചവനാണെങ്കിലും വീണ്ടും സ്വീകരിക്കാൻ സന്നദ്ധനായി അങ്ങ് ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് ഹല്ലേലൂയ, നന്ദിയോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. അഗാധമായ സ്നേഹത്തെ ജീവിതത്തിലുടനീളം തിരിച്ചറിയാനും അങ്ങയുടെ മക്കളായി തന്നെ കാണപ്പെടുവാനും കർത്താവ് ഇടയാക്കണമേ. നാഥ, ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിച്ച സകലരെയും തിരുകരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിന് നിറവിൽ ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും ആത്മീകമായി അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, പ്രതികൂലങ്ങളുടെ ഈ സാഹചര്യങ്ങളിലും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്ന ഉത്തമ ബോധ്യം പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. വീഴാതെ വണ്ണം ഞങ്ങളെ കാത്തരുളുകയും ദൈവകൃപയിൽ നിലനിർത്തുകയും ചെയ്യണമേ. സഭയിൽ ഓരോ കുടുംബങ്ങളെയും അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും അങ്ങ് നാഥനും നായകനും കാവൽക്കാരനുമായി കൂടെ ഇരിക്കണമേ. ഈ കാലഘട്ടത്തെ അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് കൃപയാൽ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി വിനയപ്പെടുത്തുന്നു. വീണ്ടും ഞങ്ങൾ ആരാധനയ്ക്കായി അവിടുത്തെ സന്നിധിയിൽ വരുവോളം ഞങ്ങളെ കൃപയിൽ സൂക്ഷിക്കണമേ. ക്രിസ്തു യേശു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആശീർവാദം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകനാഥൻ്റെ മാറ്റമില്ലാത്ത കൃപകളും അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരോടും ഇന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.